ഇഷ്ടം പോലെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഓറിയോ ഐസ്ക്രീം ആക്കിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ഓറിയോ ഐസ്ക്രീമാണല്ലോ ആക്കുന്നത്, ഞാൻ ബോർബോണിലങ്ങ് കടിക്കാമെന്ന്. അങ്ങനെ 2 ബോർബോൺ വാങ്ങിച്ചു. 10 റുപ്യയിലും ഇതിന് പൈസ, കുഞ്ഞ് പാക്കറ്റ്. അത് നമുക്കൊന്ന് ഐസ്ക്രീം ആക്കി നോക്കാം, എന്നിട്ട് രസമുണ്ടോ നോക്കാം. ഇതുപോലെ അങ്ങ് അടിച്ച് പഞ്ചറാക്കും. അതിനെ പൊടിയണം, നല്ലോണം പൊടിയാവണം കേട്ടോ. കുറച്ച് കഷ്ണങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല, കടിക്കാൻ നല്ല രസമല്ലേ. ഇടയ്ക്ക് ഇങ്ങനെ തിന്നുമ്പം ഇതുപോലെ കിരിങ്ങും പൊടിയായിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ ഭാഗങ്ങൾ മുറിച്ച് കളയുക. ഒരു ഗ്ലാസ്സിലെടുത്ത് വെക്കണേ, നമുക്കിത് ഫ്രീസറിൽ വെക്കേണ്ടതാണ്. അതിനനുസരിച്ചിട്ടുള്ള ഗ്ലാസ്സിൽ കണ്ടാ പൊടിച്ചു. ഇത് നമ്മൾ 2 ഗ്ലാസ്സായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ്സിൽ വിപ്പിംഗ് ക്രീം, ഈ ആദ്യത്തെ ഗ്ലാസ്സിൽ വിപ്പിംഗ് ക്രീമും മറ്റേ ഗ്ലാസ്സിൽ പാലും. ഒന്ന് ഞാൻ വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടാക്കുന്നത്, മറ്റേ ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടാക്കുന്നത്. എന്നിട്ട് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കും അതിനകത്ത് കുത്തി വെക്കുക. അത് മൊത്തത്തിലങ്ങ് ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങ് കുത്തി വെക്കുക. എന്നിട്ട് ഒരു ദിവസം രാത്രി നമ്മൾ ഫ്രിഡ്ജിലങ്ങ് വെക്കുക, തിരിച്ചെടുക്കുക. എടുത്തു. ഇനി ആ കടലാസ് അങ്ങ് എടുത്ത് മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് നോക്കുക. നല്ലോണം അട്ടയായിട്ടുണ്ട്, എനിക്ക് അറിയില്ല ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്, ആദ്യമായിട്ടാണ് നോക്കിയത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ അങ്ങ് പറിച്ച് കളയുക. ഓറിയോ ബിസ്ക്കറ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല, അതിനെക്കാട്ടി ഇഷ്ടം ബോർബോണാണ്. അതുകൊണ്ടാണ് ബോർബോൺ ഐസ്ക്രീം ആക്കിയത്. കാണാൻ നല്ല വൃത്തിയുണ്ട് കേട്ടാ. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ഒഴിച്ചു. വേറൊരു ഓപ്ഷനാണ് കേട്ടോ. തിന്ന് നോക്കി, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പാലൊഴിച്ചത് എനിക്ക് കൂടുതൽ ഇഷ്ടമായി വിപ്പിംഗ് ക്രീമിനെക്കാട്ടിയും പാലൈസ് പോലെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി സാധനമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റ് ചെയ്യണേ.